ഇത് നമ്മള് കേക്കാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടില് മാങ്ങയുടെ നല്ല സമയമുള്ള. അപ്പൊ ഇന്ന് നമ്മൾ മാങ്ങ ചേർത്തിട്ട് മാങ്ങ കേക്കാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. മാങ്ങയുടെ പൾപ്പായിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് മാങ്ങയുടെ പൾപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അത് വെച്ചിട്ട് നമുക്ക് കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ട് നല്ല മധുരമുള്ള നാരില്ലാത്ത മാങ്ങ വേണോട്ടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന മാങ്ങ, ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ കുറെ വെറൈറ്റി മാങ്ങ കിട്ടില്ല. അതിൽ കൂടി 2 ടൈപ്പ് മാങ്ങ കിട്ടുള്ളൂ. അതിനകത്ത് ഒരു മാങ്ങ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കടയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു മാങ്ങിന് കിട്ടിയത്. ആ മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല മധുരമുണ്ട്. പക്ഷെ കേക്കിന് കുറച്ചും കൂടി നല്ല എന്താ പറയുക, നല്ല നൂറുള്ള മാങ്ങയായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ കേക്ക് എൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രസമായിരിക്കും. പിന്നെ എല്ലാവരും കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം. കാരണം ഈ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഫുള്ള് ഇരുന്നിട്ട് ട്രൈ ചെയ്തെടുത്തേക്കണ ഒരു റെസിപ്പിയാണ്. കാരണം ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ യൂട്യൂബിൽ മാങ്ങ കേക്കിൻ്റെ കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചിലതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് ശരിയായിട്ട് വന്നില്ല. കേക്കിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് എന്താ പറയുക, ഈ മാങ്ങയുടെ പൾപ്പ് ചേർക്കുമ്പോൾ കേക്ക് ഭയങ്കര ഹെവി ആയിട്ട് വരും. പിന്നെ മുട്ട ചേർത്തുണ്ടാക്കി, മുട്ട ചേർക്കാണ്ടൊക്കെ ഉണ്ടാക്കി. ലാസ്റ്റ് മുട്ട ചേർത്തിട്ടാണ് ഈ കേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്തിട്ടാണ് കേക്ക് റെഡിയാക്കുന്നത്. എന്നാൽ മാത്രമേ ഈ കേക്ക് നമുക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ മാങ്ങയുടെ പൾപ്പിന് ഭയങ്കര കട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് നമുക്ക് കണ്ട് ശരിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ കറക്റ്റ് അളവിൽ തന്നെ എടുത്തിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉഴുന്നുവടയുടെ റെസിപ്പി ആയിരുന്നു. നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂട്ടിയിട്ട് കണ്ടു നോക്കാം. ഉഴുന്നുവട ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കുന്നത് 1 കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കണ മാങ്ങയ്ക്ക് അത്രയ്ക്ക് മധുരം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ ചേർക്കണം. അപ്പം ഞാൻ ഉണ്ടാക്കണ കേക്കിന് അത്രയ്ക്കാണ് മധുരം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കേക്കിന് നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോഴായിരിക്കും കേക്കിന് നല്ല മധുരം ഉണ്ടാവുക. പിന്നെ കേക്ക് ചെറുതായിട്ട് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ കേക്ക് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ 1 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1 മാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മാങ്ങയുടെ പൾപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഈ മാങ്ങ നമ്മൾ പൾപ്പാക്കിയിട്ട് എടുക്കും കേട്ടോ ഫസ്റ്റ്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാങ്ങ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് അരച്ചിട്ട് എടുക്കാം. ഇനി ഇതിൽ നിന്ന് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മാങ്ങയുടെ പൾപ്പ് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇടാം കേട്ടോ. കാരണം ഇതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ മിക്സിങ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മൾ സാധാരണ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന സാധാരണ ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇതേപോലെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ട്. അത് 3 ടേബിൾ സ്പൂൺ ചേർക്കാം. ഫുള്ളായിട്ട് സ്പൂണുമേന്ന് വീണോട്ടെ കേട്ടോ. 2, 3 ഇത്രയ്ക്ക് എടുത്താൽ മതി. ഒട്ടും കൂടുതൽ ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ്ട് നീക്കി വയ്ക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി നമ്മുടെ കേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കും. ചേർക്കുന്നുണ്ട്. അത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാല് ചേർക്കുക. ചൂടുള്ള പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നോക്കി, 1/2 കപ്പ്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 125 ml പാലാട്ടത്. പിന്നെ ഓയിൽ ഞാനിവിടെ 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. അത് ഏതോ ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. 1/4 കപ്പ്. ഇനിയിപ്പോൾ ഓയിലിന് പകരം നമുക്ക് ബട്ടർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട ചേർക്കാം. ഞാൻ മുട്ടയില്ലാണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ട് വന്നില്ല. പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ പൊടിച്ചെടുത്തേക്കണ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ 250 ml മെഷറിംഗ് കപ്പിൽ 3/4 കപ്പിനേക്കാളും കുറച്ചും കൂടിയും കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ടുള്ള പഞ്ചസാര കേട്ടോ ഇത്. അപ്പോൾ പഞ്ചസാരയും ചേർക്കുക. പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കറക്കിയിട്ട് എടുക്കുക. ഇത് നന്നായിട്ട് കറക്കി ഇത് നല്ലൊരു ക്രീം പോലെ ആയി കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് വലിയൊരു ബൗളിലേക്ക് പകർത്താം. അപ്പോൾ നോക്കിയേ, നമ്മുടെ മിക്സിങ്ങിലേക്ക് ഇനി നമുക്ക് മൈദപ്പൊടി 1 കപ്പ് മൈദപ്പൊടിയും പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും രണ്ടും ചേർക്കണം കേട്ടോ. 2 നുള്ള ഉപ്പ്. ഇതിലേക്ക് നിങ്ങൾക്ക് വാനില എസൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസും കൂടിയിട്ട് ചേർക്കാം. ഇതിപ്പോൾ മാങ്ങയുടെ ഫ്ലേവറാണല്ലോ ഈ കേക്കിന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാനില എസൻസ് ചേർക്കണില്ല കേട്ടോ. ഇത് കുറേശ്ശെ അരിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക.
എടുക്കുമ്പോൾ എല്ലാവരും കറക്റ്റ് അളവിൽ എടുക്കുക. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിലാണ് എല്ലാത്തിൻ്റെ അളവ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയുടെ നല്ലൊരു കളർ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുക, അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർക്കുക. അങ്ങനെ കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കളർ ചേർത്തില്ലെങ്കിലും അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും നമ്മുടെ കേക്കിന്. ഞാനിതിലേക്ക് ഒരു നുള്ള് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കണ്ട്. അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യണ ബേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. കേക്ക് ബേക്ക് ചെയ്യണ ബേക്ക് ടിന്ന് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ഇതിനു മുമ്പ് വേറൊരു കേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, മുട്ടയൊന്നും ചേർക്കാണ്ടുള്ള ഒരു കേക്ക്. അത് ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീൽ പ്ലേറ്റിൽ ചെയ്യാൻ പറ്റുമോ. സ്റ്റീൽ പ്ലേറ്റിലും ചെയ്യാം, പക്ഷേ ചെറിയ സ്റ്റീൽ പ്ലേറ്റ് ആയിരിക്കണം. കാരണം നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സിങ് നമ്മൾ ഏത് പാത്രത്തിലാണ് ഒഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ഒരു 1/4 ഭാഗം വേണം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോക്കി ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കയ്യിലുള്ളത് ഭയങ്കര പഴക്കമുള്ള ഒരു കേക്ക് ടിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലെ കളറൊന്നും അത്രയ്ക്കും നല്ലതല്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് എൻ്റെ വീട്ടിൽ ഞാൻ കുഞ്ഞിതായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലൊരു കുക്കർ വാങ്ങിച്ചപ്പോൾ ആ കുക്കറിലുണ്ടായിരുന്നതാണ്. എനിക്ക് ഇപ്പോഴത്തെ കുക്കറിലൊന്നും ഇതേപോലെ വരണില്ല എന്നാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നതാണത്. ഞാൻ കുറേ കേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അധികം കനമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഇത് അടിയിലൊന്നും പിടിക്കില്ല, നല്ല പാത്രം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ അടിയിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ പാച്ചൻ പേപ്പറോ ഒന്നും വെക്കണില്ല. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെക്കാം കേട്ടോ. അപ്പോൾ അതില്ലാത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിപ്പോൾ നമ്മൾ കേക്കിലേക്ക് എടുത്തേക്കണ ഓയിൽ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഈ ഓയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉള്ളിലും ഈ സൈഡിലേക്ക് നന്നായിട്ട് തൂത്ത് കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ ഉള്ളിലും സൈഡിലേക്ക് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഒന്ന് വെതറി കൊടുക്കുക. ഇത് നിങ്ങൾ സിംഗിൾ കാണിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് കാരണം എക്സ്ട്രാ വന്നത് നമുക്ക് കുടഞ്ഞു കളയണം. ഓക്കെ, അത് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഈ മൈദപ്പൊടി എവിടെയെങ്കിലൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ അവിടെ കേക്ക് മിക്സിങ് ഇരിക്കണുണ്ട്, ഇതേപോലെ ഇനി ഇരിക്കണം. ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇത് 6 ഇഞ്ചിൻ്റെ പാൻ കേട്ടോ. 6 ഇഞ്ചിൻ്റെ പാനിൽ കറക്റ്റായിട്ട് വരും. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പാത്രത്തിൻ്റെ സൈഡിലെ കളറൊക്കെ കാണുമ്പോൾ ആൾക്കാർ ആയിരിക്കും ദൈവമേ ഈ മലയാളികൾക്ക് ഇങ്ങനത്തെ പാത്രമാണ് കിട്ടിയുള്ളത്. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ മിക്കവരും പറയുന്ന ഒരു പരാതിയാണ് കേക്കിന് പുകച്ചൊക്കെ വരണമെന്ന്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ കുക്കർ നമ്മൾ ഫസ്റ്റ് ചൂടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുക്കർ അങ്ങോട്ട് ചൂടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുകയൊന്നും വരണ്ട കേട്ടോ. അങ്ങനെ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് ഫുള്ളായിട്ട് നമ്മൾ കുക്കർ അടച്ച് വെക്കുമല്ലോ. അപ്പോൾ ആ പുകച്ചൊക്കെ നമ്മുടെ ഈ കേക്കിലേക്ക് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒന്ന് നല്ലൊരു ചൂട് ഇങ്ങനെ വരണം. അത്രയ്ക്കേ ആവശ്യമുള്ളൂ കേട്ടോ ഫസ്റ്റ് നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ. ഇനി കുക്കറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ബേസ് വെച്ച് കൊടുക്കുക. ഇതേപോലെ കുറച്ച് പൊന്തിയിട്ടുള്ളത് വെക്കുന്നത് കേട്ടോ എപ്പോഴും നല്ലത്. ഇനി നമ്മുടെ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കും. അപ്പോൾ ഈ കേക്കിൻ്റെ ഇത് നമ്മൾ ഈ പാത്രം വെച്ചല്ലോ, ഈ പാത്രം വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലും പൊന്തിയിട്ടുള്ളത് വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് പൊന്തി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ മൂടിയുമ്പോൾ തട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് മൂടിയുമ്പോൾ തട്ടിയിട്ട് ഇതിൻ്റെ ഉള്ള ഈ ഓട്ടയുണ്ടല്ലോ, ഈ ഓട്ട ചിലപ്പോൾ അടഞ്ഞിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. അത്രയ്ക്ക് അങ്ങോട്ട് പൊന്തിയത് അടിയിൽ ബേസായിട്ട് വെക്കരുത്. അത്യാവശ്യം ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അത്രയ്ക്ക് വെച്ചാൽ മതി. നമ്മുടെ കുക്കർ നമ്മൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ വിസിൽ മാത്രമേ മാറ്റണുള്ളൂ, ഉള്ളിൽ ഈ റിങ് മാറ്റണില്ല. കുക്കർ അടയ്ക്കട്ടെ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒന്നും കൂടി ഒന്ന് കുറച്ചിട്ട് വെക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മാങ്ങ മിക്സിയിലിട്ടിട്ട് അരച്ച് വെച്ചിട്ടില്ലേ, അതിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാങ്ങ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് ബാക്കി ഇരിക്കുന്നുണ്ടല്ലോ, അത് നമുക്കൊരു പാനിലേക്ക് ഇടാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പൊടിച്ചേക്കണ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഈ മാംഗോ പൾപ്പ് ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് ചൂടായി ഇതിനകത്ത് കുറച്ച് വലിയ ബബിൾസൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ നോക്കിയേ, ഇപ്പോൾ ഇത് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര കട്ടി പോലെ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇതിനകത്ത് ആയിരുന്നാലും കുറച്ച് വലിയ ബബിൾസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത്രയ്ക്കേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, കാരണം ഒരുപാട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തിക്കാവണ്ട.
ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ കേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഡയറി മിൽക്കാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിയ ബാറാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് മതിയാവും. ഞാനിവിടെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ വെള്ളം, ചൂടുള്ള അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ചോക്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഇതപ്പോൾ നോക്കിയേ, നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 40 മിനിറ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് തുറന്ന് നോക്കട്ടെ. എൻ്റെ ഇടയ്ക്ക് ഞാനൊരു 30 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ കുക്കറും തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്കിയേ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തീ ഓഫ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ കേക്ക് ഇതേപോലെ ഇങ്ങനെ പൊന്തിയിരിക്കും. പക്ഷേ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്ക് താഴത്തേക്ക് ഇരുന്ന് പോകട്ടോ. ഈ കേക്ക് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് കേക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമ്മൾ കേക്കിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ടാണ് നമ്മൾ കേക്ക് ഗാർണിഷ് ചെയ്യുന്നത്. ഇത് ഗാർണിഷ് ചെയ്യേണ്ട ഇതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഇനി പൊന്തിക്കട്ടെ കേട്ടോ. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത്. ഇതാ നോക്കി, നമ്മുടെ കേക്ക് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കളയണ്ട കേട്ടോ, ഇത് നമുക്ക് കഴിക്കാനെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മോൾ ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നമ്മൾ മുകളിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ മാംഗോ പൾപ്പ് റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യുക. കേക്കിൻ്റെ മുകളിൽ മാംഗോ സിറപ്പൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ നോക്കിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് എന്തായിരുന്നാലും കുഴപ്പമില്ല. ഉള്ളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റാക്കിയിട്ട് വെച്ചിട്ടില്ലേ, ചോക്ലേറ്റ് നമ്മൾ മെൽറ്റാക്കിയിട്ട് വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഈ കവറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നോക്കിയേ, നമ്മുടെ കേക്ക് ഞാനിവിടെ മാംഗോ പൾപ്പും പിന്നെ ചോക്ലേറ്റും വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയും അങ്ങനെ ഭംഗിയായിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലും നല്ല രസത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടി പറ്റുന്നല്ല, ഇതിലും നല്ല രസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മുടെ കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കേക്ക് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കേക്കാണ്. പക്ഷെ ഞാൻ മുകളിൽ ഗാർണിഷ് ചെയ്ത് അത്രയ്ക്ക് ഭംഗിയായിട്ടില്ല. എനിക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല കേട്ടോ. പക്ഷെ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. കേട്ടോ, ഞാൻ നോക്കിയേ, നമ്മുടെ കേക്ക് ഇരിക്കണേണ്ട, എൻ്റെ ഉള്ളിലേക്ക് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കേണ്ടത് നമ്മുടെ കേക്ക്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. റെഡി ആക്കിയിട്ട് എടുക്കാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇരിക്കുന്ന കേക്ക് കേട്ടോ.